ഹലോ എടാ, ഇതിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ മനസ്ഥിതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതില് കുറച്ച് ഭാഗങ്ങൾ എന്ത് തെണ്ടിത്തരമാണ് ഇപ്പൊ എന്നോട് പറയുന്നത് നടത്തുകയാണ്. ഷെഫീന ബീവിയെ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കത്തില്ല, എല്ലാം പരസ്യമൊക്കെ. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ നേരത്തെ പരസ്യപ്പെടുത്തുകയല്ലേ. ആ വീഡിയോ എടുത്ത് വെച്ച് അവൻ വീഡിയോ വരെ ചെയ്തിരിക്കുന്നത്. നിനക്ക് അത്ര ബോധം ഇതുണ്ടായിരുന്നെങ്കിൽ നീ അത് ചെയ്യാൻ തന്നെ മാറി. ആ പെൺകുട്ടിക്കെതിരെ ഞാൻ 3 വീഡിയോ ചെയ്തു. അതിൽ 2ൽ വളരെ മോശമായിട്ടാണ് ഞാൻ നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഹങ്കാരി എന്നാ പറഞ്ഞത്. എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഹങ്കാരിയാണെന്ന്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ദാഷ്ട്യം പിടിച്ചൊരു പെണ്ണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇത്താക്കുണ്ടായ തെറ്റിദ്ധാരണ മാറണം എന്നൊരൊറ്റ ഇതിലാണ് ആ പെൺകുട്ടി വന്നത്. 1 2 ഒന്നുമല്ല, ഇഷ്ടംപോലെ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുക്ക അവൾ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാണ് എനിക്ക് ഭയ്യ, എനിക്ക് വേദനയുണ്ട്, എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ പഠിത്ത കാര്യം ഉൾപ്പെടെ കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എവിടെയും അയാളെ ചീത്ത പറഞ്ഞു, അയാളെ മോശപ്പെടുത്തി ഒന്നും പറയാൻ പോയിട്ടില്ല. എനിക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴില്ല. ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ അവർ ബന്ധം പിരിഞ്ഞൊന്നും ഡിവോഴ്സ് ആയെന്ന് ഒന്നുമല്ല. ഞങ്ങൾ തൽക്കാലം മാറി താമസിക്കുന്നു. വീടിന്റെ മുകളിൽ അദ്ദേഹത്തിന് വന്ന് താമസിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒന്ന് താമസിക്കും. എനിക്ക് ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മാറി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളെ ഇറ്റ്സ് മൈ കൈസ് ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ശരിക്ക് സിലുവിനെ വിമർശിക്കുന്ന ഒരു പോർഷനാണ് പറയുന്നത്. സിലുവിനെ ഹസ്ബൻഡിനെ ഒരുപോലെ വിമർശിക്കുന്നുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആ ഒരു നിലപാടിലാണ്. അതായത് രണ്ടുപേരെയും ഞാൻ ഒരുപോലെ വിമർശിക്കും. കാരണം രണ്ടുപേർക്കും ഈ ഒരു കാര്യത്തിൽ തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യവുമില്ലാതെ ഷെഫീന താത്തേനെ അടുത്ത് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഷെഫീന താത്തയ്ക്കാണ് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളത്. അതായത് അവരുടെ വീട്ടിലെ CCTV ഫുട്ടേജ് കിട്ടിയിരിക്കുന്നത് ഷെഫീന താത്തയ്ക്കാണ്. അപ്പോൾ അത് ഇത്താൻ്റെ ചാനൽ വഴിയാണ് പബ്ലിക് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പറയുകയാണ്, ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ രഹസ്യമായിട്ട് ചെന്ന് ഷെഫീന താത്തേൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പാട്ടാക്കും, ഓൾ ഇന്ത്യ റേഡിയോ പോലെയാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്നറിയാമോ? റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ പബ്ലിക്കാക്കുക, നാട്ടുകാരോടെല്ലാം വിളിച്ചു പറയുന്ന പരിപാടി തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കൈസിനെന്നല്ല, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് പോലും അധികാരമില്ല. അതായത് അറിയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എല്ലായിടത്തും പാടിക്കൊണ്ട് നടക്കുകയാണ്, നേരം വെളുത്ത ഇരുട്ടുന്ന വരെ പാടിക്കൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പാടിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അവരറിയുന്ന കാര്യങ്ങൾ അവരുടെ ചിന്തകൾക്കും യുക്തികൾക്കും അനുസരിച്ചിട്ട് അതിനെ മാറ്റിമറിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആർക്കും തന്നെ പരസ്പരം ഈ ഒരു കാര്യത്തിൽ, അതായത് ശവം തിന്നുന്നു, അറിയുന്ന കാര്യങ്ങൾ പൊടുത്തും തൊങ്ങലും വെച്ച് പറയുന്നു, അതുപോലെ തന്നെ എന്തും വിളിച്ചു പറയുന്നു, അന്നുള്ള അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ റൈറ്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം, മുമ്പ് ഈ പുള്ളിക്കാരൻ അതായത് കൈസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ചാനലിനോ എൻ്റെ ഇമേജിനോ ഒന്നും തന്നെ യാതൊന്നും പറ്റാത്ത തരത്തിലാണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷയവുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുക, അവരോടൊരു ചാനൽ തുടങ്ങി അത് അവർ പബ്ലിക്കാക്ക്, അതിൽ നിന്ന് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തേക്കാം. നല്ല കാര്യം തന്നെയാണ്. കാരണം നാളെ എന്തെങ്കിലും ഒരു കേസോ വഴക്കോ വക്കണമോ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിൽ വന്ന ഒരു വീഡിയോ ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്തു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഷെഫീന താത്തേനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞാലും അത് അവരുടെ ചാനൽ വഴി അവർ പബ്ലിക്കാക്കും. അത് ശരിക്കും തൻ്റെ ഇടമില്ലേ? അതായത് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്ത് കോൺസിക്വൻസസ് വന്നാലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചാനലിൽ കൂടി ഈ കാര്യങ്ങൾ പബ്ലിക്കാക്കുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കുന്ന നീതിയാണത്. അതിൻ്റെ പേരിൽ ഒരുപാട് നിരവധി പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ കൊടുക്കുകയും പിന്നെ ഇവരുടെ പേരിൽ കേസുകളുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അതായത് വലിയ വലിയ കേസുകളൊന്നുമല്ല, ഈ റിയാക്ഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും റിയാക്ഷൻ വീഡിയോകളായിട്ട് ബന്ധപ്പെട്ടിട്ടും പലരും ഇത്താൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, പലരുടെയും പേരിൽ ഇത്തയും കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ബോൾഡായ ഒരാളായതുകൊണ്ടല്ലേ. അതായത് നമ്മളോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ചാനൽ വഴി ഇത് പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മുഖം നോക്കാതെ അത് അവർ പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രേക്ഷകർ അറിയണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെയല്ലേ അവർ പബ്ലിക്കാക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഷെഫീന താത്ത ഈ സിലുവിനെ കുറിച്ച് പറയുമ്പോൾ സിലു 1 ടൈമായിട്ട് ഇട്ടുകൊടുത്ത ഒരു വീഡിയോ ആണ് ഷെഫീന താത്ത അത് പബ്ലിക്കാക്കിയിരിക്കുന്നത്. ഈ 1 ടൈമായിട്ട് ഇട്ടുകൊടുക്കുന്ന സമയവും ഷെഫീന താത്തയോട് ഇവരുടെ ഭാഗം ന്യായീകരിച്ചിട്ടുണ്ട്. നമ്മളെ ഭാഗം ന്യായീകരിക്കുമ്പോൾ ഈ സിലു
മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിലുവിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ സിലു തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഭാഗം ന്യായീകരിച്ചു എങ്കിൽ ന്യായീകരിച്ചത് കൊണ്ടാണ് ആ ഒരു വീഡിയോ പബ്ലിക് ആയത്. അപ്പോൾ സ്വാഭാവികമാണ് എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ ഭാഗവും ഒരാൾ കേൾക്കാൻ തയ്യാറാകണം, അയാൾക്ക് പറയാനുള്ളതും എന്താണ് എന്നുള്ളത് പബ്ലിക് അറിയണം എന്നുള്ളത്. ഇപ്പം രണ്ട് ഭാഗങ്ങളും അത് കേൾക്കാതെ നമുക്കതിനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗഫൂർക്ക ഒരു ചാനലും എടുത്ത് ചാനൽ വമ്പൻ ഹിറ്റുമായി, അത് മോണിറ്റൈസേഷനൊക്കെ ആയി എന്നാണ് പറയുന്നത്. ഇതിലൊരു നൂലാമാലയുണ്ട്. അതായത് കുഴപ്പമില്ലാതെ ജീവിച്ചു വരികയും നല്ല നല്ല വീഡിയോകൾ ചെയ്യുകയും ഇവർ ഭയങ്കരമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അതും ഇവരുടെ സ്വന്തം ചെലവിലും സ്വന്തം ട്രസ്റ്റ് വഴി, ഇവർക്കൊരു ട്രസ്റ്റും കൂടിയുണ്ട്, ഹസ്ബൻഡും മക്കളും ഇവരും കൂടി ചേർന്നിട്ടാണ് ആ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് വഴിയാണ് ഇവർ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരുടെ സ്വന്തം ഡിപ്പോസിറ്റും അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു സ്വന്തം അധ്വാനം കൂടി ഇട്ടുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സിലു ഒരു നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണ്. മറ്റൊരാളുടെ വിഷമവും വേദനയും കേൾക്കുമ്പോൾ മനസ്സലിയുന്ന സിലുവിന് 10-20 വർഷത്തോളം സിലുവിനോടൊപ്പം ജീവിച്ച സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ മനസ്സലിയില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷെഫീന താത്ത തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അവർ സെപ്പറേറ്റ് ആണ്, അവർ ഡിവോഴ്സ്ഡ് അല്ല. അത് മാത്രമല്ല, ആ വീട്, അതായത് സിലു പുതിയതായിട്ട് വാങ്ങിച്ച വീട്ടിൻ്റെ മുകളിലത്തെ തട്ട് ഭർത്താവിനായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ സിലുവും ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, അദ്ദേഹം ചെയ്തില്ല എങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, അതിലെനിക്ക് വിഷയവുമില്ല. ആ ഗഫൂർ എന്ന് പറയുന്ന ആൾ അയാളുടെ ചാനൽ വഴി വന്നിട്ട് പറയുകയും ചെയ്തു, മക്കൾ എൻ്റെ മക്കളാണ്, ഞാൻ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്, ഞാൻ മരണം വരെയും എൻ്റെ മക്കളെ നോക്കും. അതായത് രണ്ടുപേരും സെപ്പറേറ്റായി ഡിവോഴ്സായി വേറെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തന്നെയാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അതായത് അവർ എല്ലാ കാലവും ഭാര്യ ഭർത്താക്കന്മാരായി അവരുടെ മക്കളുടെ ഉമ്മയുമായി അവർ ജീവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയും റിയാക്ഷൻ ചെയ്തവരൊക്കെയും എന്തായി, വിഴുങ്ങസ്യായി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ മക്കളുടെ മുന്നിൽ വെച്ച് കസേര വലിച്ചെറിഞ്ഞപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിലോ എന്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് വിഷയമല്ലേ എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം. അതെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു ആക്ഷനും റിയാക്ഷനും അവിടെ നടന്നിട്ടുണ്ട്. അതിലെ റിയാക്ഷൻ മാത്രം എടുത്ത് പബ്ലിക് ആക്കുമ്പോൾ, അല്ലെങ്കിൽ ആ റിയാക്ഷനെ മാത്രം നമ്മൾ ചർച്ചയ്ക്കാക്കിയിട്ടുള്ളൂ, ആക്ഷനെ കുറിച്ച് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ റിയാക്ഷനെ കുറിച്ച് പോലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഈ സംഭവം തെറിച്ചാൽ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെയും ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്ക പോലും ഇല്ലാത്ത ആളുകളാണ്. ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും അതിൻ്റെ പിന്നാലെ, അതായത് മുമ്പ് ഗഫൂർ എന്ന് പറയുന്ന ഈ ഗഫൂർ അല്ല, അതായത് പി എം ഗഫൂർ എന്നോ എന്തോ പറയുന്ന ഒരു പുള്ളിക്കാരൻ മുമ്പൊരു കഥ പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഒരു അച്ഛനും മകനെയും പറ്റിയാണ് അദ്ദേഹം കഥ പറയുന്നത്. ആ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. മകനെയും കൊണ്ട് പുറത്തു പോയി എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ അദ്ദേഹത്തിൻ്റെ കാറിൽ എന്തോ എഴുതുകയാണ്. അപ്പോൾ പുതിയ കാറാണ്, കാറിൽ എന്തോ എഴുതി കുറിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ ഇദ്ദേഹം വന്ന് ആ കുഞ്ഞിനെ അടിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വിരലിൽ കൂടി ഇങ്ങനെ ബ്ലഡ് പോകുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വിരൽ 2 ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ വിരലിങ്ങനെ കെട്ടി കുഞ്ഞിനെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം ഇദ്ദേഹം പോയി കുഞ്ഞ് എന്താണ് കോറി വരച്ചതെന്ന് നോക്കിയപ്പോൾ അതിൽ ഐ ലവ് യു പപ്പ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ കാഠിന്യത്തിനെ കുറിച്ചാണ് അന്ന് ഗഫൂർ ആ ഒരു ക്ലാസ് എടുത്തത്. അന്ന് ആ ഗഫൂർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ക്ലാസ് എടുത്തത്. നമ്മളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ദേഷ്യം തണുക്കുമ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും അവിടെ ഒരു ദേഷ്യമുണ്ടായി. ആ ദേഷ്യത്തിൻ്റെ സമയത്ത് അവിടെ CC ക്യാമറ ഉള്ളത് കൊണ്ട് അവിടെ ആ ഒരു കാര്യം കണ്ടു. ഇത് ഭയങ്കരമായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകളോടും പറയാനുള്ളത്, നാളെ ഇവർ എങ്ങനെയായിരുന്നാലും ഇവർക്ക് ഒന്നിച്ച് പോയേ മതിയാകൂ. കാരണം ഇവരുടെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവരുടെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട്, ഇവരുടെ മക്കൾ പോകുന്ന സ്ഥലത്തൊക്കെയും ഈ മാതാപിതാക്കൾ പോയേ മതിയാകുള്ളൂ. ഇവർക്ക് പല സമയത്തും ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് ഇവരുടെ ദേഷ്യം എന്ന് പറയുന്നത് മാറും.
അതായത് സിലു മറ്റുള്ളവരുടെ സങ്കടങ്ങളെ സ്വന്തം സങ്കടങ്ങളായി കൊണ്ടു നടക്കുകയും താനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ത്രീ തൻ്റെ മക്കളുടെ ഉപ്പയെ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പുറത്തു കൊടുക്കാൻ തയ്യാറാകില്ല എന്ന് നമ്മൾ വിശ്വസിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഷെഫീന താത്തയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എങ്കിലും അവിടെ ഷെഫീന താത്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ വെച്ചിട്ട് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുകയാണ്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെയും തന്നെ ഭയങ്കര സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൈസിൻ്റെയൊക്കെ വായിന്ന് വന്നതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. ഇതുപോലൊരു തടസ്സം എൻ്റെ ലൈഫിലും ഞാനൊരു പുള്ളിക്കാരിയെക്കുറിച്ച് റിയാക്ട് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതൊക്കെയും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ ചാനലിൽ നിന്നും ആ കാര്യങ്ങളൊക്കെയും തന്നെ ഡിലീറ്റായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മറന്നു പോകും. അവർ പുതിയ തട്ടിപ്പുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ഇത് ഒട്ടുമിക്ക ആളുകളും റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങാൻ വയ്യാത്തത് കൊണ്ടും സ്വന്തം ചാനലുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്, ഒരു വേസ്റ്റ് ജന്മത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റാതായി പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട് പല തരത്തിലുള്ള റിയാക്ഷൻ ചാനലുകാരും. ഇനി അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് കുറേ അധികം ചാനലുകാർ, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഞാൻ നിന്നെ വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള വെല്ലുവിളികളും മറ്റുമൊക്കെ ആയിട്ട് നടക്കാതെ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫിജോ സനു എന്ന് പറയുന്ന 2 യൂട്യൂബേഴ്സ് ഇവരുടെ പിന്നാലെ നടന്ന് ശ്വാസം വിടാതെയാണ് ഇവരുടെ വീഡിയോസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഇവർ 2 പേരും ഭയങ്കര ചക്കരയും അടയും പായസവും ഒക്കെ പോലെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടായിരുന്നു. സത്യത്തിൽ സ്വന്തം മകളെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മക്കളെ വരെ പറഞ്ഞുകൊണ്ടും വളരെ വൾഗറായിട്ട് സംസാരിച്ചു കൊണ്ടും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടരായി മാറുകയല്ലേ ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് ആവേശം മൂത്ത് ഇവരുടെ പിന്നാലെ പോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ.